വയനാട്ടിലെ ദുരന്തത്തിന്റെ വ്യാപ്തി ഒരുപക്ഷെ ആർക്കും കണക്ക് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ അല്ലാതായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലമുറ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ മനുഷ്യർക്കൊപ്പം കേരളത്തിലെ എല്ലാവരും ദുഃഖിക്കുന്നു. കൃത്യം 100 വർഷം മുൻപാണ് 1000-ലധികം പേര് മരിച്ച 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1924 ജൂലൈ 16-ലെ വെള്ളപ്പൊക്കമുണ്ടായത്. മലയാള വർഷം 1099-ലെ ഒരു കർക്കടക മാസത്തിൽ. ഇപ്പോൾ ഇത്രയേറെ പ്രകൃതി നശീകരണം നടന്നിട്ടും അതുപോലുള്ളൊരു വെള്ളപ്പൊക്കം കേരളം മുഴുവനുമായിട്ടുണ്ടാകാത്തത് ഡാമുകൾ ഉള്ളതുകൊണ്ടാണ്. ആ ഡാമുകൾ ഉണ്ടാക്കിയത് കൊണ്ടുള്ള കുഴപ്പങ്ങളാണ് ഇപ്പോൾ അവിടെയുള്ള മനുഷ്യർ അനുഭവിക്കുന്നത്. പൊട്ടിയാൽ കേരളം മുഴുവനുമായിട്ട് അനുഭവിച്ചോളും. ബ്രിട്ടീഷുകാർ 1850 മൂന്നാറിൽ വനം വെട്ടി തെളിക്കുകയും പ്ലാന്റേഷനും തേയിലത്തോട്ടവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് മൂന്നാറിൽ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കിയെടുത്തത്. ഏകദേശം 75 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വലിയ മഹാദുരന്തം കേരളത്തിലുണ്ടായി. ഭൂമി സ്വയം ഒരുക്കിവെച്ച ആവാസ വ്യവസ്ഥയിലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമ്പോൾ കല്ലും മണ്ണും നിറഞ്ഞ മലയുടെ പുറംചട്ടയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മഴ പെയ്യുമ്പോൾ അതിന്റെ പുറംചട്ട വിണ്ടുകീറി വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് വരും. ബ്രിട്ടീഷുകാർക്ക് അവരുടെ കോളനി രാജ്യത്തിലുള്ളവരുടെ ഭാവിയെ പറ്റി ചിന്തിക്കേണ്ട, പ്രകൃതിയുടെ ഭാവിയെ പറ്റിയും ചിന്തിക്കേണ്ട. അവർ കാണിച്ചു തന്നത് നമ്മൾ പൂർവാധികം ശക്തിയോടുകൂടെ നശിപ്പിച്ചെടുത്തു. മരങ്ങൾ വെട്ടിക്കളഞ്ഞും കുരിശി വെച്ചും പള്ളി കെട്ടിയും കൃഷി ചെയ്തും മലകൾ മനുഷ്യൻ്റെതാക്കി. അച്യുതാനന്ദൻ സർക്കാർ പ്രകൃതി ശാസ്ത്രജ്ഞന്മാരുടെയും പ്രകൃതി സ്നേഹികളുടെയും പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2007 മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പശ്ചിമഘട്ടത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരായ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പള്ളിയിലച്ചന്മാരും ക്വാറി ഉടമകളും കൂടെ ശക്തമായി എതിർത്തുകൊണ്ട് കോടതിയെ കൊണ്ട് ആ നടപടി നിർത്തിച്ചു. അച്യുതാനന്ദന്റെ നടപടി ശരിയായിരുന്നുവെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ തെളിവുകളോടുകൂടെ നമുക്കും രാജ്യത്തിനും കാട്ടിത്തന്നു. പശ്ചിമഘട്ടം അതിലോല പ്രദേശമാണ്. അവിടെ മനുഷ്യർ യാതൊരു നശീകരണവും നടത്താൻ പാടില്ല എന്ന് അദ്ദേഹം കേന്ദ്രത്തിന് 2011 റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കസ്തൂരി രംഗനെ കൊണ്ട് 50% അതിലോല പ്രദേശമാണെന്നും 50% എന്തും ചെയ്യാം എന്ന റിപ്പോർട്ടും ഉണ്ടാക്കിച്ചെടുത്തു. പശ്ചിമഘട്ടത്തിലെ ആവാസ വ്യവസ്ഥ തകിടം മറിഞ്ഞപ്പോൾ മനുഷ്യരെ ഭയന്ന് കാടുകൾക്കുള്ളിലേക്ക് പോയിരുന്ന മൃഗങ്ങൾ സഹി കെട്ടുകൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് വരാൻ തുടങ്ങി. 2 മാസങ്ങൾക്ക് മുൻപാണ് വയനാട്ടുകാർ അവരുടെ കൃഷി നശിപ്പിക്കുന്നു, അതുകൊണ്ട് മൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കണമെന്നും പറഞ്ഞ് സമരം നടത്തിയത്. മൃഗസംരക്ഷണ നിയമം നിലനിൽക്കുന്നത് കൊണ്ട് അത് പൂർണ്ണമായിട്ട് സർക്കാരിന് അനുവദിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ രാഷ്ട്രീയക്കാരുടെയും സർക്കാരിൻ്റെയും മൗന അനുവാദത്തോടെ കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ അവിടെയുള്ള മനുഷ്യർ കൊന്നൊടുക്കി. ആനകളെ വിരട്ടി ഓടിച്ചു. കിടങ്ങുകൾ ഉണ്ടാക്കി ആനകളെ കുഴിയിൽ വീഴ്ത്തി പീഡിപ്പിച്ചു. അവരുടെ തുമ്പിക്കൈ പതിയിരുന്ന് വാളുപയോഗിച്ച് വെട്ടി വീഴ്ത്തി. ഓരോ വർഷവും കാട്ടാനകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാട് മൃഗങ്ങളുടേതാണ്. എന്നാൽ ഭാരതത്തിലെ മനുഷ്യർ പുരാതന കാലം മുതൽ വനത്തിൽ താമസിച്ചിരുന്നു. അത് പ്രകൃതിയെ ദ്രോഹിക്കാതെയായിരുന്നു. പ്രകൃതിയെ ആരാധിച്ചിരുന്ന ഭാരതീയ സംസ്കാരം മനുഷ്യൻ ഉപേക്ഷിച്ചുകൊണ്ട് അഹങ്കാരത്തിന് വേണ്ടി എന്തിനേയും കൊന്നു തിന്നുന്ന അല്ലെങ്കിൽ കൊന്നുകളയുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാറിയപ്പോൾ മറന്നുപോയൊരു കാര്യമുണ്ട്. ആന മുതൽ ചെറിയ ഉറുമ്പ് വരെ ഈ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമുള്ളതാണ്. അതിനെ പ്രകൃതി തന്നെ ഇണക്കി വളർത്തുന്നതാണ്. ഈ ഭൂമിയിൽ പ്രകൃതിക്ക് ഒരു ഉപകാരവും ചെയ്യാതെ എന്നാൽ ഉപദ്രവിച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ഒരു ജീവജാലമേയുള്ളൂ, അത് മനുഷ്യനാണ്. സഹി കെടുമ്പോൾ സംഹാര താണ്ഡവമാടുന്ന പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന കാര്യം പലപ്പോഴും അവൻ മറന്നുപോകുന്നു.